ധന്യ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇല്ല, പൊട്ടിച്ചിരിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഏതെങ്കിലും ഉദ്ഘാടന വേദിയിൽ ചിരിച്ചു എന്ന് വരുത്തി തീർക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ മനസ്സറിഞ്ഞ് ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പ്രസംഗിക്കാൻ കയറുമ്പോൾ ഏറ്റവും അധികം ടെൻഷൻ ആർക്കാന്നറിയാവോ? മൈക്കിനും മൈക്ക് ഓപ്പറേറ്റർക്കുമാണ്. മൈക്കിനെതിരെ വരെ കേസെടുത്തിട്ടുള്ള ചരിത്രമുണ്ട്. ആരെയും കിട്ടാത്തോണ്ട് മൈക്കിനെതിരെ കേസെടുത്തു. പക്ഷെ ഇപ്പോൾ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് കോവളത്ത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ പ്രസംഗിക്കാൻ പൊതുവേ പുള്ളിക്ക് മൈക്കിനോട് ഒരു ഇഷ്ടക്കേടുണ്ട്. എന്താണെന്ന് അറിയില്ല, മൈക്കിനോട് പൊതുവേ ഒരു ഇഷ്ടക്കേടുണ്ട്. പിടിച്ചൊടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലേ? ഇപ്പൊ അങ്ങനെ ഒടിക്കാൻ ശ്രമിച്ചില്ല, പകരം ഇങ്ങനെ മൈക്ക് ഓപ്പറേറ്ററെ വിളിക്കുമായിരുന്നു. പക്ഷെ മൈക്ക് ഓപ്പറേറ്റർ എന്താണ് ഇവിടെ കൊണ്ടുവച്ചിട്ട് സ്ഥലം വിട്ടിരുന്നു തോന്നുന്നു. അവിടെ എത്തിയില്ല, ആ ഏരിയയിൽ വന്നില്ല, എവിടെയോ പോയി ഒളിച്ചിരിക്കും, പാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി വർക്കല MLA VS ജോയ് അദ്ദേഹം വന്നിട്ട് ഒന്ന് പിടിച്ചു വെച്ചു കൊടുക്കാൻ പോയി. അപ്പോൾ മുഖ്യമന്ത്രി പറയാണ്, അയ്യോ നമ്മളത് പിടിക്കേണ്ട, അത് ഒടിഞ്ഞു പോകും എന്നോട് പറഞ്ഞ്. അങ്ങനെ എല്ലാവരും ചിരിച്ചു. മുഖ്യമന്ത്രി ഭയങ്കര ചിരി. കണ്ടിരുന്നവരെല്ലാവരും ചിരിച്ചത് എന്തുകൊണ്ടാണ്? ആ തമാശ കേട്ടിട്ടല്ല യഥാർത്ഥത്തിൽ എന്ന് ചിരിക്കുന്ന ഈ മഹാസംഭവം എന്ന് പറഞ്ഞാൽ അവസാനിക്കാൻ പോണോ. ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസൻ ചിരിക്കുന്ന ചിരി എനിക്കിങ്ങനെ ഓർമ്മ വന്നു. അപ്പൊ ധന്യ അത് റിപ്പോർട്ട് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു ചേച്ചി. ഞാനത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം 2 തവണ നമ്മള് ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. 2 തവണയും പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷെ ഈ 2 തവണയും കാണാത്ത സന്തോഷം ഈ അടുത്ത കാലത്തായി പിണറായിയുടെ മുഖത്ത് നന്നായി കാണുന്നുണ്ട്. അത് എന്തിന്റെ മുന്നോടിയാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണ മൈക്ക് കാണുമ്പോഴേ കലിയാണ്, പിന്നെ അതിന്റെ ഒച്ച കേട്ടാൽ മൈക്കിനെതിരെ കേസ് കൊടുക്കും. അതാണ് മുഖ്യന്റെ ഒരു രീതി. ഈ കഴിഞ്ഞ ദിവസം കോവളത്തെ സംഭവിച്ചത് സത്യത്തിൽ എല്ലാവരും ഞെട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം മൈക്ക് ഒരു സൈഡിൽ ചതിച്ചു, ഒരു സൈഡില് ഓപ്പറേറ്റർ എന്ത് ചെയ്യണോന്നറിയാതെ, കാരണം ഇനി പരസ്യമായി വഴക്ക് പറയുമോ, അതാ തനിക്കെതിരെ കേസ് എടുക്കുമോ, തന്റെ മൈക്കും കിടുപിടി സാധനങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകും. കാരണം അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണല്ലോ ഇത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയും കൂടിയാണ്. ഈ മുഖ്യനോട് മൈക്കിന്, കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് മൈക്കിലൂടെ ദൈവം കൊടുക്കുന്നുണ്ടോ എന്നാണ് തോൽപ്പിക്കുന്നു. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് പിണറായിക്ക് കൊടുക്കാൻ പറ്റുന്ന പണി മൈക്ക് നന്നായി കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം എവിടെ പിണറായി പരിപാടി അവതരിപ്പിച്ചാലും മൈക്ക് പണിയെടുക്കുക, അതാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസം നമ്മൾ കോവളത്ത് കണ്ടതും അത് തന്നെയാണ്. മൈക്ക്, പക്ഷേ മൈക്ക് പണി കൊടുത്തെങ്കിലും ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചപ്പോ ചിരിയാണ് വേദി മുഴുവൻ ശേഷമാണ് ഓക്കെ കുഴപ്പമില്ല പന്തികേടില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ആ പയ്യൻ അവിടെ സ്റ്റേജിലേക്ക് വന്നിട്ട് വന്നപ്പോ കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് കണ്ട ഒരു ചിരി ഉണ്ടല്ലോ, സത്യത്തിൽ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഇങ്ങനെയൊക്കെ ചിരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയന് കഴിയുമെന്നുള്ളത്. അതെന്താ, പിണറായി ചിരിച്ചാലെന്ന് ചിലപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ താഴെ കമന്റ് ഒക്കെ വരും. പിണറായി അന്തംഗമ്മികളായവരൊക്കെ ചിലപ്പോൾ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു ജനപ്രതിനിധി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജനപ്രതിനിധി എപ്പോഴും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം. അവർ അടിമകളല്ല എന്ന് ആലോചിച്ചുകൊണ്ട് അവരോട് പെരുമാറണം. സെൽഫി എടുക്കാൻ വന്ന ഒരു പയ്യനോട് വളരെ മോശമായിട്ട് കയർത്തു സംസാരിച്ചു. സെൽഫി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു വയസ്സായ സ്ത്രീ സ്റ്റേജിലേക്ക് കയറാൻ വന്നപ്പോഴത്തേക്കും പിണറായിയെ തൊടാൻ വന്നപ്പോൾ അവരോടും വളരെ കാർക്കശ്യപരമായുള്ള പെരുമാറ്റമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിചാരിക്കുന്നത് താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പണ്ടത്തെ രാജവാഴ്ച അല്ലെങ്കിൽ ആ രാജഭരണമാണ് ഇപ്പോഴും പിണറായിയുടെ മനസ്സ് നിറച്ച്. താൻ രാജാവാണ്, തൻ്റെ കൂടെയുള്ളവരെല്ലാം അടിമകളാണ് അല്ലെങ്കിൽ പ്രജകളാണ്. താൻ എന്ത് പറയുന്നത്, ഒരു ഏകാധിപതി ഭരണം നമ്മൾ ഉത്തര കൊറിയയിൽ കണ്ടതിന് ശേഷം പിന്നെ കാണുന്നത് കേരളത്തിലാണ്. സാധാരണ തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടേതാവും പങ്കിളി എന്നൊക്കെ പറഞ്ഞ് പാടി വന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരണത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇവരൊക്കെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ എന്ത് കാര്യവും പറയാൻ ചെന്ന് കയറാൻ നമുക്ക് പറ്റും, നമ്മുടെ എന്ത് വിഷമങ്ങളും പറയാം. ഓണത്തിന് പോലും ഇപ്പോൾ പെൻഷൻ കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം, തീരുമാനമൊന്നും വന്നിട്ടില്ല. കൊടുക്കുമെന്ന് പറയുന്നു. സർക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ തരത്തിലും മുടിച്ച് കേരളത്തിലെ ഒരു ഇനി വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്തോ കേരളത്തിൽ ആ പരിവാക്കി കേരളത്തെ വെച്ചിട്ടുണ്ട് 2 തവണ കൊണ്ട്. എന്തായാലും പിണറായി വിജയൻ നന്നാവാൻ തീരുമാനിച്ചോ അതോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ മറക്കാൻ
ചിരി നല്ലതാണ് എന്ന് ഡോക്ടർമാർ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ ഈ ആയുസ് കൂട്ടാൻ? കാരണം ഇനിയും ഒരു അംഗത്തിന് എനിക്ക് ബാല്യമുണ്ട്, ഇനി അടുത്ത തവണയും ഇലക്ഷനിൽ LDF ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറെ ആരും ഇല്ല, താൻ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട്, അതുകൊണ്ട് ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് ഏതെങ്കിലും ഡോക്ടർമാരോ അല്ലെങ്കിൽ അറിയാനുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ എന്നറിയില്ല. ഈ ഇടയായി അത്യാവശ്യം നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അല്ല, അത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത്ര സുഖകരമല്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചിരിക്കാനേ പാടില്ല സാഹചര്യമാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുവാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മകളുടെ വീണ വിജയന്റെ ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ പിണറായിയുടെ മുഖത്ത് നോക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥ. കാരണം എപ്പോഴും അതീവ ദുഃഖിതനാണ്. ആകെ കൂടി ഒന്ന് മിണ്ടുന്നത് ആ നിയമസഭയ്ക്കുള്ളിൽ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് നിയമസഭയ്ക്കുള്ളിൽ കയറുമ്പോൾ സതീശൻ എന്തെങ്കിലും ചൊറിയുമ്പോൾ തിരിച്ച് സതീശനിട്ട് നന്നായി ഒന്നൊന്നൊരു ചൊറിച്ചിൽ തിരിച്ചു കൊടുക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാത്തപ്പോൾ ആ സമയത്തൊക്കെ വളരെ ദുഃഖിതനായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു വിദേശത്തേക്ക് യാത്ര പോകുമ്പോൾ, ഉല്ലാസത്തിനായി കമലയും കൂട്ടി വിദേശത്തേക്ക് പോകുമ്പോൾ ചെറുമക്കളോടൊപ്പം ഇരുന്ന്, അപ്പോഴും എനിക്ക് ലണ്ടനിലെ കസേരയിൽ, ഇരുമ്പ് കസേരയിൽ ഇരിക്കുമ്പോഴും ഇരിക്കുന്ന അവസ്ഥ കണ്ടാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ ഇതെന്ന് അത്ര ദയനീയമായ മുഖ്യമന്ത്രി അതുപോലെ ഒരു കസേരയിൽ ആർക്കും അത് തോന്നൂല. പുള്ളിയുടെ കസേരയിൽ വഴിയെ പോയ ആൾ വരെ പുള്ളിയോട് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു ജനകീയനായ നേതാവാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ട് തന്നെയാണ് മടങ്ങിയത്. പക്ഷേ വേറൊരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, മുൻപ് 2019 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കാട്ടാക്കട പോയപ്പോ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പോ അടുത്ത അമ്പലത്തിൽ നാമജപം കേട്ടു. അമ്പലത്തിൽ ദീപാരാധന സമയമായിരുന്നു. പ്രവർത്തകരെല്ലാം ചാടി ഇറങ്ങി അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചായിരുന്നു. അത് ഓർമ്മയുണ്ട്. ആ സമയത്ത് താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്പലത്തിലെ പാട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കി. ആ സമയത്ത് എല്ലാവരും ചോദിച്ചു, മറ്റേതെങ്കിലും മതക്കാരുടെയാണ് ഇതുപോലെ ആയിരുന്നുവെങ്കിൽ പിണറായി ഈ നിലപാടെടുക്കുമോ? ഇല്ല, കാരണം ന്യൂനപക്ഷങ്ങളാണ് പിണറായിയുടെ വോട്ട് ബാങ്ക് എന്ന് അവർക്ക്, ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. വേറെ മതവിഭാഗത്തിന്റെ കേട്ടിരുന്നെങ്കിൽ അപ്പൊ അവിടെ പ്രാർത്ഥന അല്ല, പ്രാർത്ഥനയുള്ള അത് തീരുന്നത് വരെ മൗനം പാലിച്ചേനെ. ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാനാണ് ഇടതുപക്ഷത്തിന് എപ്പോഴും. കാരണം ഹിന്ദുക്കളെക്കാളും കൂടുതൽ വോട്ട് കിട്ടുന്ന ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഇടതുപക്ഷത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവരെപ്പോഴും ഇടതുപക്ഷത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കാനായി ഏതെങ്കിലും പള്ളികളിൽ, നമ്മളൊരു വർഗീയത പറയുന്നതല്ല, അത്തരത്തിൽ ഏതെങ്കിലും മത ആചാരങ്ങളിലോ ചെന്ന് കൈ കടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഒരു നവകേരള സദസ്സ് വരുമ്പോൾ പോലും ഹിന്ദുവിന്റെ അമ്പലത്തിന്റെ മതിലിടിച്ച് കളഞ്ഞാണ് പിന്നെ നവകേരള ബസ്സിന് വഴിയൊരുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹിന്ദുവിന്റെ ആചാരങ്ങളെ ഒക്കെ, ഇപ്പൊ ശബരിമല വിഷയമായാലും അങ്ങനെ തന്നെയാണ്, പൂരം അതായാലും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ ഇങ്ങനെ പിടിമുറുക്കാനാണ് ഇടതുപക്ഷത്തിന് താല്പര്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇടയായി ഹിന്ദുക്കൾക്കും, ഇപ്പോ തൃശ്ശൂരിന്റെ ഒക്കെ ഒരു ഇതെടുത്ത് ഇലക്ഷൻ സമയത്ത് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള മേഖലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള മേഖലയാണ്. അവിടെ തന്നെ സുരേഷ് ഗോപി ജയിച്ച് കയറിയെങ്കിൽ ഇടതുപക്ഷത്തോടും കോൺഗ്രസിനോടുമുള്ള അവരുടെ ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ അവരുടെ ഒരു രീതിക്ക് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കാട് കയറി നമ്മൾ എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതാണ്. പിണറായി ചിരിച്ചു, അതാണ് നമ്മുടെ വിഷയം. പിണറായി ചിരിച്ചത് ഒരു വിഷയം തന്നെയാണ്. ഇതിലൊക്കെ എന്ത് വാർത്ത ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോ അദ്ദേഹം ചിരിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. എപ്പോ നോക്കിയാലും ഒരേ മുഖഭാവം. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെ ഇതേ ഒറ്റ രീതിയിൽ തന്നെ ഈ മനുഷ്യൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു സന്തോഷകരമായ വേദിയിൽ വന്നാലും ചിരിക്കാറില്ല, ഒരു ഒരേ മുഖ എക്സ്പ്രഷനോട് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ, ഇനി എനിക്ക് തോന്നുന്നു ഇലക്ഷൻ 2026 ഇലക്ഷൻ 26-ലാണ് എങ്കിൽ പോലും ഇനി ജനങ്ങളെ ഒന്ന് കയ്യിലെടുത്ത് ഒരു വർഷം എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി കണ്ണിൽ പൊടിയിട്ട് പോയാൽ മാത്രമല്ലേ, അതല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി വിചാരിച്ച പോലെയൊക്കെ ഇവിടെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിചാരിക്കുക അത് പ്രതിസന്ധിയാണ്. പക്ഷെ ചിലപ്പോൾ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ഇവിടെ നീങ്ങുന്നത് കൊണ്ട് ഉള്ളിൽ നിന്ന് ആ സന്തോഷം, അമിത സന്തോഷം പുറത്തു വന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ആവാനായിരിക്കും സാധ്യത. എന്തായാലും ഇത്തവണ കേസെടുക്കാനും ഇത്തവണ കലി പോണ്ടാനും ഇത്തവണ അഹങ്കാരോ ധാർഷ്ട്യം ഒന്നും കാണിക്കാൻ പിണറായി നിന്നില്ല. നല്ല ചിരിച്ചു, നല്ല ഒന്നൊന്നര ചിരിയായിരുന്നു. സത്യത്തിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നത്, കാരണം ഇനി അദ്ദേഹം ചിരിക്കുന്നത് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ആഗ്രഹിക്കുന്നത്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്നല്ല, ജനങ്ങളോടുള്ള ഇടപെടൽ, ആ സമയത്ത് അവസരോചിതമായുള്ള ഒരു ഇടപെടൽ നടത്തി അത്തരം മുഖ്യമന്ത്രിയാണ്, അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ആഗ്രഹിക്കുന്നത്.